ബാക്ക് ടു ബി ജി എം ഐയോ? അയ്യോ, അതെന്തിനു പറച്ചില്ല നിങ്ങളൊക്കെ? ബി ജി എം ഐ കളിക്കാൻ എന്നോട്? ബി ജി എം ഐ കളിക്കണോ ഞാനിനി? ഞാൻ ഇവിടെ കണ്ണു പോലും കാണത്തില്ലടാ എനിക്ക്. സ്വർണം മ്യൂസിക് ബാൻഡ് ഒന്ന് ഫോളോ ചെയ്യുവോ? സ്വർണം മ്യൂസിക് ബാൻഡ് എന്റെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് കണ്ണ, ജി ലൈവ്. അത് പറഞ്ഞിട്ട് പോലും ഇവന്മാര് ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെ. അതിന് മൊത്തം ഫോളോവേഴ്സ് ഈ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ താഴെയാണ്. അപ്പോഴാണ് എന്റെ മ്യൂസിക് ബാൻഡ് പോലും അവന്മാർ ഇതുവരെ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ല. വിഷമമുണ്ട് എനിക്ക്. ഹരികൃഷ്ണ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഒപ്റ്റിമസ് പ്രൈമ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. അണ്ണാ ലവ് ഫ്രം ഇടുക്കി താങ്ക് യു സോ മച്ച് 100. ബി ജി എം ഒക്കെ കളിച്ചാലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എല്ലാരും കാണുന്ന ഗെയിം പ്ലേ സായിപ്പിന്റെ ഒക്കെയാണ്. ഒരു ലോബി 40 കില്ല് 50 കില്ല് 5 കില്ല് വെച്ച് ഈ വയസ്സൻ കണ്ണ പോലും കാണാതെ ഞാൻ വന്നിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ബി ജി എം ഐയിലൊക്കെ അടി കൊണ്ട് ദൂരം ഉള്ളൂടാ. സീനാവും ബി ജി എം ഐ കളിക്കാം. നോക്കാം നമുക്ക് ബി ജി എം ഐ ഒക്കെ നോക്കാം. ബി ജി എം ഐ ഒക്കെ കളിക്കാം ഗൈസ്, ബി ജി എം ഐ ഒക്കെ കളിക്കാം. ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ എന്തായാലും ആർ പി കളിക്കും ഫോർ ഷുവർ. ഞാൻ എന്തായാലും ആർ പി കളിക്കുന്നില്ല എന്നുള്ളത് ഞാൻ അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഗ്യാങ് ആർ പി എന്നുള്ളൊരു സാധനമാണ് ഞാൻ നിർത്തിയത് എന്ന് പറയണേ. കാരണം എനിക്കത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. ബാക്കി ടി വിയിലുള്ള പിള്ളേരുടെ ഇതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ല. അവരുടെ തീരുമാനം എന്താണെന്ന്. ഞാൻ എന്തായാലും ആർ പി കളിക്കും. ആർ പി കളിക്കാതിരിക്കത്തില്ല. ആർ പി എന്തായാലും കളിക്കും. ആൻഡ് അതുപോലെ ഞാൻ മറ്റേ വേലായുധൻ ക്യാരക്ടർ എക്സ്ലാൻഡിസിൽ പോലീസ് ഇതിൽ കളിക്കുന്നുണ്ട്. ആൻഡ് സിറ്റിസൺ ആയിട്ട് പരുന്തുവാസ് എന്ന് പറയുന്ന ക്യാരക്ടറും കളിക്കുന്നുണ്ടാവും. അതെന്തായാലും ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഞാൻ നിർത്തിപ്പോകത്തില്ല. കാരണം അങ്ങനെ നിർത്തിപ്പോകേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തായാലും ആർ പി കളിക്കും. അതുപോലെ വേലായുധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഈ സിറ്റിയിൽ എന്തായാലും കളിക്കുന്നതായിരിക്കും. സോ അതെന്തായാലും ഞാൻ നിർത്തത്തില്ല. അതിനെനിക്ക് ആരുടെയും പെർമിഷനും ആരുടെ ഒരു ഇതും ഒന്നും വേണ്ട. അതുകൊണ്ട് അതെന്തായാലും ഞാൻ കളിക്കും. പി എൽ ഡി കക്കാച്ചി താങ്ക് യു സോ മച്ച് 40. 50 ഡിന്നർ ചാനൽ എടുക്കണം. ഇപ്പൊ അതാണ് ട്രെൻഡ്. അരുൺ രാജൻ ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊക്കെ ബി ജി എം എ വന്നാല് 10 ഡിന്നർ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചലഞ്ചാ, മനസ്സിലായ? അപ്പോഴാണ് 50 ജീവിതം വെറുത്തു പോകും. പി എൽ ഡി കക്കാച്ചി താങ്ക് യു സോ മച്ച് 40. സഹീർ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. അക്കിൻ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ലിജിയസ് ഈഗിൾ ബ്രോ ടേക്ക് യുവർ ടൈം, എൻഗേജ് യുവർസെൽഫ് ഇൻ അതർ ആക്ടിവിറ്റീസ്, കം ബാക്ക് സ്ട്രോങ്ങർ. ലിജിയസ് ഇല്ല, ഇത് ഈ മാസത്തെ 2ാമത്തെ കംബാക്ക് ആണ് ലിജു ബ്രോ. കംബാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം നിർത്തിപ്പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ അത് എന്തായാലും കളിക്കും. മനസ്സറിഞ്ഞ് ഒന്ന് സംസാരിച്ചാൽ എല്ലാം റെഡി ആവില്ലേ അമൽ ബ്രോ? ഇത് അങ്ങനത്തെ ഒരു വിഷയമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എസ് എന്ന് പറഞ്ഞേനെ. പക്ഷെ അങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇവിടെ വരെ ആയപ്പം മനസ്സറിഞ്ഞ് സംസാരിക്കേണ്ട 2 പേരായിരുന്നു ഇത്രയും നാൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ അത് കുറെ പേരെടുത്തോട്ടായി, മനസ്സിലായ? അത് അവിടെയാണ് ഇതാക്കിയത്. ഇൻ ബിറ്റ്വീൻ ഞാനും അവനും മാത്രമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കോട്ട് ഇപ്പൊ കുറെ ആൾക്കാർ വന്നതുകൊണ്ട് ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി. ഞാൻ അങ്ങനത്തെ അവസ്ഥയിലെത്തി. ഇങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് റീതിങ്ക് ചെയ്യുക. അവരെല്ലാം നമ്മുടെ പിള്ളേരല്ലേ, പ്രായമായിട്ടുള്ള ഇഷ്യൂ വരെ സോർട്ട് ചെയ്തില്ലേ വിനീത് ബ്രോ? അങ്ങനല്ല വിനീത് ബ്രോ. എനിക്കത് തുറന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് കുറെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ വിനീത് ബ്രോ. അത് അവർക്കും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അത് എനിക്കും അല്ല. അതുകൊണ്ടാണ് അത് എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ എന്താ കാര്യങ്ങളൊന്നും പറയാത്ത, വേറെ ഒന്നും കൊണ്ടല്ല. ഹരി ബ്രോ താങ്ക് യു സോ മച്ച് $20. ഈഗിൾ ബ്രോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് $20. എന്താണ് പ്ലീസ്? മനസ്സിലായില്ല. അല്ല എന്നാ ഹ്യൂമൻ ഫുള്ളവർ മൾട്ടി സ്റ്റോറി ഗെയിംസ് ഒക്കെ കളിക്കുക. ഉറപ്പായിട്ടും അടുത്ത നാളത്തെ ലൈവില് ഞാൻ എന്തായാലും ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നാളത്തെ ലൈവില് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്തായാലും ഗോള് തീർന്നു. നാളത്തെ ലൈവിൽ എന്തായാലും ഓൾ ക്ലാസ് നാളത്തെ ലൈവിൽ ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം സെയിം. കുറച്ച് പ്രശ്നമാണ്. വോട്ടെക്സ് വെൽക്കം സെയിം. MRC ഈഗിളായിട്ട് ബൂട്ട് ക്യാമ്പ്. എടാ ഈ MRC ഈഗിളൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ പിള്ളേർക്ക് ഫോണും ഇത് പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ജനിച്ചു വീഴുന്നവന്മാർ വരെ ഐഫോണില്ല, ജയിച്ചു വീഴുന്നവന്മാർ വരെ, മനസ്സിലായ? അടി പെരുന്നാൾ തലയ്ക്ക് കിട്ടും. ഞാനേ അതിന്റെ കൂടെ മറ്റേ കക്ഷം പോലെ ഒരു ഗണ്ണുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാലും കച്ചക്ക അതിനടി കൊണ്ട് ചാവലാണ് എന്റെ പരിപാടി, മനസ്സിലായ? ആ ഗണ്ണ് നിരോധിച്ച ഞാൻ BGMA അത് കയറാം. അത് എന്തൊരു ഗണ്ണെന്നറിയോ? നമ്മൾ അടിക്കുമ്പോൾ മാത്രം കൊള്ളൂല്ലടേ, അല്ലാത്തപ്പോഴെല്ലാം പെരുന്നാൾ അടി കിട്ടും, മനസ്സിലായ? എന്റെ മാരേജ് ആണ്, വിഷ് വേണം. ലോഗൻ എഡിറ്റ്സ് ഒരാളും കൂടി സന്തോഷമുണ്ട്. ലോഗൻ ബ്രോ കല്യാണമൊക്കെ നന്നായിട്ട് നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. ആന്റണി വോട്ടെക്സേ വെൽക്കം സ്ട്രീം. വോട്ടെക്സേ
ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ബ്രിക് ബൈ ബ്രിക് ട്രാക്ക്. താങ്ക് യു സോ മച്ച് ഫോർ 40 ഇടാ. താങ്ക് യു വൈശാഖ്. താങ്ക് യു. DBS എസ്റ്റോൾക്കയും DBS രണ്ടും ഉണ്ട് ഇപ്പൊ അല്ലേ? എടാ അതിന് അടി കിട്ടുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ദേഷ്യം വരും. അത് നിങ്ങൾക്കുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഇപ്പൊ നമ്മളൊരു M4 നോക്കായി വീഴുമ്പോൾ വലിയ പ്രശ്നമില്ല. പണ്ടത്തെ ക്ലോസ് എൻകൗണ്ടർ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സ്കിൽ ഇഷ്യൂ ആണ്, ഞാൻ പറയാം. എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് സ്കിൽ ഇഷ്യൂ തന്നെയാണ്. അത് എനിക്ക് ആ കണ്ണ് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അതിന് അടി കിട്ടുമ്പോൾ എനിക്ക് വിഷമവും ദേഷ്യമൊക്കെ വരുവാടാ. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ക്ലോസിൽ ഫൈറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് M4 ഒക്കെ ആയിട്ടിരിക്കുമ്പോ, പ്രത്യേകിച്ച് ഇത് തുടക്കത്തെ PUBG കളിച്ചവർക്കായിരിക്കും ആ വിഷമം വരണത്. സത്യം പറഞ്ഞ ക്ലോസിലെ ഫൈറ്റ് ഒക്കെ എടുക്കാതെ വരയ്ക്കുമ്പോ ഗൈസ്. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് BGMA പറഞ്ഞുകൊണ്ട് പറയാണ്. നമ്മുടെ LHS എന്ന് പറയുന്ന ക്ലാൻ മലയാളി ക്ലാനാണ്. അവര് ക്വാളിഫൈ ആയിട്ടുണ്ട് ലാൻ ഇവന്റ് ഫൈനൽസിലോട്ട്. അപ്പൊ നമ്മൾ പണ്ട് ബ്ലൈൻഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ഒരു മലയാളി ക്ലാൻ മലയാളി നമ്മൾ എപ്പോഴും പറയും ബ്ലൈൻഡിൽ ഈ ഇടയ്ക്ക് ലാസ്റ്റ് കളിച്ചതൊക്കെ നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സാണ് എന്നൊക്കെ പറയും. ഇത് പ്രോപ്പർ മലയാളി ലൈനപ്പാണ് ഫൈനൽസിലോട്ട് ക്വാളിഫൈ ആക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ അവരെ ചാറ്റിൽ പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അവരത്രയും ശരിക്കും വലിയൊരു അച്ചീവ്മെന്റ് ആണ് സത്യം പറഞ്ഞ. ജസ്റ്റ് ഇമാജിൻ വേലായുധൻ വിത്ത് റെട്രോ സൈമൻ, അംബിസ്വാമി, ശശി OP, നരസിംഹൻ. ഇതൊക്കെ ആരാണ്? ഇവരെല്ലാം ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് അല്ലേ? എല്ലാരും അവരുടെ കം ടു വാലോ മൊബൈൽ. വാലോ റിലീസ് ആവട്ടെ കക്കാശി. DK അടിച്ച താങ്ക് യു തോന്നിട്ടുണ്ട്. ഫോൺ എവിടെ അർജുൻ ബ്രോ താങ്ക് യു സോ മച്ച് ₹200. സോ അപ്പൊ ഗൈസ് LHSനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അഖിൽ ബ്രോ ഈ തെണ്ടികള് വാക്ക് കേട്ട് BGMA കേറല്ലേ? സത്യം എടാ ബ്രോ എവിടെയായിരുന്നു? പ്രജീഷ് ബ്രോ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു. അണ്ണന്റെ കളി കണ്ട് വാല ഇൻസ്റ്റാൾ ആക്കി 80 ടിപ്സ് ഇപ്പൊ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിലും വലിയൊരു ടിപ്പ് എനിക്ക് തരാനില്ല. ഫിറോസിക്ക താങ്ക് യു സോ മച്ച് ₹20. ഇന്ന് ആടും പശു ഒന്നും ഇല്ലേ? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നമ്മുടെ പിള്ളേരാ സാവേജ് സ്നൈപ്പ് മുച്ചിരിയൊക്കെയാണെന്നോ? ഓ അതാണല്ലേ, അവന്മാരാണല്ലേ. ഓക്കെ. അണ്ണാ ബോബ് സ്റ്റാർ ഇവിടെ. ബോബ് സ്റ്റാർ ഇന്നലെ ഒരു കൊലവണ്ടിക്ക് ഒരു 3 ദിവസം മുമ്പ് ഒരു കൊലവണ്ടി കയറി ബാംഗ്ലൂരോട്ട് വിട്ടിട്ടുണ്ട്. സൈഡ് ട്രാക്കിനെ കാണാൻ പോയതാന്ന് പറഞ്ഞു വരുന്നിട്ടുണ്ട്. പിന്നെ ഒരു വിവരവും ഇല്ല പയ്യന്റെ, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് എന്നാ ഡിസ്കോഡ് അങ്ങ് തുടങ്ങിയാലോ? ഡിസ്കോഡ് അങ്ങ് നോക്കിയാലോ? ഇതാരാ നോട്ടസ് കെ? അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സ്കൈ ഡാർക്സ് ഇത് ഇവിടെ ഇരിക്കട്ടെ. എടേ പുതിയ സ്ട്രീമർ ആണ് കേട്ടാ. അത് ഞാൻ മറന്നുപോയി പറയാനേട്ടാ. പുതിയ സ്ട്രീമർ ഇൻ ടൗൺ ആണേ സ്കൈ ഡാർക്സ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ നമ്മുടെ മോഡറേറ്ററായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാണ്. സ്കൈ ഡാർക്സിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞതിന് ശേഷം തുടങ്ങാം. അതായിരിക്കും ഏറ്റവും നല്ലത് ഗൈസ്.